വടക്കേന്ത്യയിലെ വിശേഷ അവസരങ്ങളിൽ പ്രത്യേകിച്ച് നവരാത്രി സമയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രസാദമാണിത്. ഇതൊരു കോംബോയാണ്. ഹൽവ, പൂരി, ചന. ചന എന്ന് പറയുന്നത് കറുത്ത കടലയാണ്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണിത്. ആട്ട കൊണ്ടുണ്ടാക്കുന്ന ഹൽവയും പൂരിയാണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. സിഖ് ഗുരുദ്വാരകളിലെ പ്രസാദമാണ് ഈ ഹൽവ. നല്ല ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക്. എന്തുകൊണ്ടാണ് പ്രസാദത്തിന് ഇങ്ങനെ ഒരു കോംബോ എന്നറിയണ്ടേ? അതിൻ്റെ പിന്നിലെ വിശ്വാസം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നത് കണ്ടു തുടങ്ങാം. ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം അളവിനായിട്ട് എടുക്കാം. ഗ്ലാസ്സോ കപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. എടുക്കുന്ന അളവ് പാത്രത്തിൽ തന്നെ വേണം എല്ലാം അളന്നെടുക്കാനായിട്ട്. എടുക്കുന്ന സാധനങ്ങളുടെ അളവ് തെറ്റിക്കരുത്. ഞാനിവിടെ ഒരു കട്ടോരിയാണ് അളവ് പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സോസ് പാനിലേക്ക് ഞാൻ 2 കട്ടോരി വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം ഷുഗറും ഒരു പാത്രം ആട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ആട്ടയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വേണം എടുക്കാനായിട്ട്. ആട്ടയും പഞ്ചസാരയും ഒരേ അളവായിരിക്കണം. ഈ വെള്ളത്തിലേക്ക് ആ ഒരു കട്ടോരിക്ക് 1 കട്ടോരി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നാൽ മതി. നൂൽപ്പരുവാകണ്ട, ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. വടക്കേ ഇന്ത്യയിൽ നവരാത്രി കാലത്ത് അഷ്ടമി ദശമി ദിവസങ്ങളിലാണ് ഈ ഒരു പ്രസാദം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കന്യാപൂജ സമയത്ത്. ദുർഗാദേവിയെ അന്നപൂർണേശ്വരിയായിട്ടാണ് കണക്കാക്കുന്നത്. അന്നത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഒക്കെ ദേവതയായിട്ട്. കന്യകമാരെ ദേവിയുടെ പ്രതിരൂപങ്ങളായിട്ട് കണക്കാക്കിയാണ് നമ്മൾ ഈ പൂജ നടത്തുന്നത്. ആ സമയത്ത് ദേവിക്ക് സമർപ്പിക്കുന്ന പ്രസാദമായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ ഷുഗർ ഈ വെള്ളത്തിനകത്ത് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കട്ടോരി ആട്ട എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ആട്ടയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കണേ. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചൂടാക്കാൻ, ഇല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ ഒരു കോംബോ എന്തുകൊണ്ടായിരിക്കും പ്രസാദത്തിന് കൊടുക്കുന്നതെന്ന് അറിയണ്ടേ? അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയ വശമുണ്ട്. നവരാത്രി വ്രതം കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട പോഷണവും ഊർജ്ജവും ഒക്കെ ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. വ്രതത്തിൻ്റെ സമയത്ത് ഈ 3 കാര്യങ്ങളും നെയ്ക്കകത്തായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ആട്ടയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ആട്ട നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഇതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിലെ പൊടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി സെയിം കട്ടോരിയിൽ ഞാൻ 3/4 കട്ടോരി നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് ഞാൻ കുറച്ച് പിശിക്കുകയാണ് ചേർക്കുന്നത്. കാരണം ഒരുപാട് നെയ്യ് കഴിക്കാൻ പറ്റാത്ത കാരണം. അപ്പം 1 കട്ടോരി മുതൽ 1.25 കട്ടോരി വരെ നെയ്യ് എടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ആട്ട ചേർത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണേ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി ആട്ടയുടെ കളർ ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണേ. നല്ല സ്മെല്ല് വരും. നെയ്ക്കകത്താണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. നെയ്ക്കകത്തുള്ളത് നല്ല ഫാറ്റാണ്. ആട്ടയിൽ നിന്ന് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കടലയ്ക്കകത്തുള്ള പ്രോട്ടീൻ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിനെ ബാലൻസ് ചെയ്യും. മധുരം ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. നമ്മൾ സന്തോഷം വരുന്ന സമയത്താണല്ലോ മധുരം കൂടുതലും കഴിക്കാറ്. വ്രതം കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ശരീരത്തിന് ആവശ്യത്തിനുള്ള പോഷണവും ഊർജ്ജവുമാണ് വേണ്ടത്. അപ്പോൾ ഈ 3 ഭക്ഷണങ്ങളും കൂടി ചേരുമ്പം ശരീരത്തിന് ആവശ്യത്തിനുള്ള ഊർജ്ജവും പോഷണവും ഒക്കെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഇപ്പോൾ നമ്മുടെ ആട്ട നെയ്യിൽ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഷുഗർ സിറപ്പ്, ചൂടുള്ള ഷുഗർ സിറപ്പാണിത്. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, മേത്തേക്ക് തെറിക്കും. നന്നായിട്ട് ചൂടായി കിടക്കുന്ന നെയ്യല്ലേ ഇത്. എടുത്തു വെച്ച ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ആ ഒരു വെള്ളം കറക്റ്റാണ്. ആട്ട വേകാനുള്ള വെള്ളമാണത്. അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. സാധാരണയായിട്ട് ഈ ഒരു കോംബോയുടെ കൂടെ സൂചിയുടെ ഹൽവയാണ് ഉണ്ടാക്കാറ്. ഞാനിവിടെ ആട്ടയുടെ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ആട്ടയുടെ ഹൽവ ഗുരുദ്വാരകളിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ഇത് വായിലിട്ട അലിഞ്ഞു പോണ ഒരു ഹൽവയാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്തേക്ക് നട്ട്സൊക്കെ വേണ്ടവർക്ക് ചേർക്കാം. ബദാമോ കിസ്മിസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ 3 കൂടെ ഒന്നിച്ചുണ്ടാക്കുന്ന കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോംബോ നിങ്ങൾ കഴിച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ല സെപ്പറേറ്റ് ആയിട്ട് കാണിക്കായിരുന്നു. ഇനിയിപ്പോൾ കടല ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. വളരെ ഈസിയാണ്. കടല ഞാൻ ഇതുപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തേങ്ങ, സവോള, തക്കാളി ഒന്നും ചേർക്കണ്ട. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. ഇത് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല നന്നായിട്ട് വേകണം, എന്നാലേ അതിലേക്ക് മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള കടലയാണ് ഇതിനുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. മസാല കരിഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളത്തിൽ കലക്കിയെടുക്കുന്നത്. 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇത്രയും ലൂസായിട്ട് ഇപ്പം ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 2 നുള്ളി ജീരകം കൂടെ ചേർക്കാം.
ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇനി ഈ മസാല നല്ലതുപോലെ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് തിളച്ച് ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റ് ആവണേ. അപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ വറ്റി ഓയിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മസാല നല്ലപോലെ മൂത്ത മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം കടല വേവിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഈ കടലയിലെ വെള്ളം വറ്റുന്നിടം വരെ. ഇടയ്ക്ക് മൂടി തുറന്ന് ഞാനൊന്ന് ഇളക്കിയിടുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ശകലം സമയം കൂടെ ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടല ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എന്ന് പറയണേ. വ്രതത്തിനായിട്ട് ഉണ്ടാക്കുന്ന കടലയ്ക്കകത്ത് വെളുത്തുള്ളിയോ സവോളയോ ഒന്നും ചേർക്കാറില്ല. ഞാനിവിടെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനകത്ത് കിടന്ന ആ ചൂട് കൊണ്ട് ഇഞ്ചി വെന്തോളും. അപ്പോൾ കടല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഒപ്പം ഇഞ്ചി കടിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം, അല്ലാത്തവർക്ക് അത് മാറ്റി വെക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കസൂരിമേത്തി പൊടിച്ചതും കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് കിച്ചൺ കിങ് മസാലയാണ്. സാധാരണ ഗരം മസാല ചേർത്താലും മതി. ഈ രീതിയിൽ കടല ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പിള്ളേർ പോലും ഇങ്ങനെ പെറുക്കി കഴിക്കും ഇത്. അപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് റെഡിയായി. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്തത് പൂരിയാണ്. പൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ആട്ട കൊണ്ടുള്ള പൂരിയാണ് ഉണ്ടാക്കുന്നത്, മൈദയല്ല. ആട്ട ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് പൂരിക്ക് കുഴച്ചെടുക്കണം. പൂരി ഞാൻ പരത്തുന്നത് പൊടി കൂട്ടിയിട്ടല്ലേ, എണ്ണ കൂട്ടിയിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ആദ്യം ഉരുട്ടി വെക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പരത്തി തുടങ്ങാം. ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് പതിയെ ഒന്ന് എണ്ണയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, ഒരുപാട് വേണ്ട ഓയിൽ, പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ കനത്തിൽ വേണം പരത്താനായിട്ട്, എങ്കിലേ പൂരി പൊങ്ങി വരുള്ളൂ. ഒരുപാട് കനം കുറച്ച് കളയുകയും ചെയ്യരുത്. കനം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. എണ്ണ തൊട്ട് പൂരി പരത്തി കഴിഞ്ഞാൽ ഓയിൽ കറക്കാതിരിക്കുക. ഇല്ലെങ്കിൽ പൊടി ചേർത്ത് പരത്തുമ്പം ഓയിൽ കറുത്തിരിക്കും. ചൂട് ഓയിലിനകത്തേക്ക് പൊടി വീഴുമ്പോൾ അത് കരിയും. അതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. എല്ലാം പരത്തിയിട്ടതിന് ശേഷമാണ് ഞാൻ ചുടാൻ തുടങ്ങുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പൂരി എല്ലാം പരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, നെയ്യ് വേണ്ടവർക്ക് നെയ്യ് യൂസ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരേ കനത്തിൽ പരത്തിയെടുത്താൽ ഇതുപോലെ പൊങ്ങി വരും. ചൂട് ഒരേപോലെ വെക്കണം, ഇല്ലെങ്കിൽ പൂരി എണ്ണ കുടിക്കും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഈ പൂരി മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല കുട്ടി കുട്ടി പൂരികളാണ്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത്. പൂരി ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയാം. പൂരി അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മൾ ഈ ചട്ടുകം വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓയിൽ അതിൻ്റെ മേളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് പൊങ്ങി വരുന്നത്. നമ്മൾ പൂരി ചുടുന്ന ഓയിൽ നല്ല ചൂടുണ്ടാവണം. ചൂട് കുറഞ്ഞാലും എണ്ണ കുടിക്കും. ഇവിടെ ഞാൻ പൂരി മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിൻ്റെ കളറ്. അങ്ങനെ നമ്മുടെ ഹൽവ പൂരി ചന കോംബോ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കോംബോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. ഇത് ചെയ്തു വെച്ചിട്ടും കുറേ ദിവസമായി. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ ഒരു കോംബോ കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കിത് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോംബോയാണിത്. ഇനി ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് കമൻറ്റും കൂടെ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. താങ്ക്